ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ അടുത്ത കാലത്ത് FBയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാനും ഓർത്തു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഈ കഴിഞ്ഞ ദിവസം കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് എല്ലാവരും ഇതിനെ കാണുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് പൊറുക്കുക. കുറച്ച് ദിവസം മുമ്പ് മറ്റുള്ള മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പലതരത്തിലുള്ള പോസ്റ്റുകളും വീഡിയോസും സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വീഡിയോസോ പോസ്റ്റുകളോ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. കാരണം അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യവും ഉദ്ദേശശുദ്ധിയും എല്ലാവർക്കും അറിയാം. കാരണം ആ വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേര് കമൻ്റ് അടിക്കുകയുണ്ടായി. ആ അനുകൂലിച്ച് കമൻ്റ് അടിക്കുന്ന അല്ലെങ്കിൽ അടിച്ചിരിക്കുന്ന ആൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടി എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് അറിവില്ലായ്മയുടെ പേരിലാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം ഭരിക്കുന്ന സമയത്ത് അവർ ഉപയോഗിച്ചൊരു തന്ത്രമുണ്ട്, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന്. അതായത് വിഭജിച്ച് ഭരണം, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം തമ്മിലടുപ്പിച്ച് പുറത്തുനിന്ന് കണ്ട് ചിരിക്കുക. അതിൽ ബ്രിട്ടീഷുകാർ അത് വിജയിച്ചിരുന്നു. ഇപ്പം ഇങ്ങനെ അപ്ഡേറ്റുകൾ ഇടുന്നവരുടെ ഒരേ ഒരു ലക്ഷ്യവും അതുതന്നെയാണ്. കാരണം ഇങ്ങനെ അപ്ഡേറ്റ് ഇട്ട ഒരു കക്ഷി പട്ടാളക്കാരനാണെന്ന് പറയപ്പെടുന്നു. എനിക്ക് ആ കക്ഷിയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ പട്ടാളക്കാരനാണെങ്കിൽ ഇന്ത്യക്കാരായ ആളുകൾ ഒരു പട്ടാളക്കാരനായ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? കാരണം അതിർത്തി കടന്നുള്ള തീവ്രവാദം ഇപ്പോൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിർത്തി വഴി തീവ്രവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, തീവ്രവാദികൾ കടന്നു വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരെയും നമ്മുടെ രാജ്യത്തെയും തന്നെ ഒറ്റുകൊടുക്കാം. കാരണം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെയും നിങ്ങളുടെ കൂട്ടാളികളുടെയും ഭാഗത്തു നിന്ന് കുറച്ച് നാളുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ, നിങ്ങൾക്ക് മറ്റു മതങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ, ബഹുമാനിക്കാൻ താല്പര്യമില്ലെങ്കിൽ, ദയവ് ചെയ്ത് നിങ്ങൾ അവരെ ബഹുമാനിക്കേണ്ട, അവരെ മാറ്റി നിർത്തുക. അല്ലാതെ അവരെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. നിങ്ങളൊരു ഹിന്ദു സഹോദരനാണെന്ന് വിചാരിക്കുന്നു. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി UAE സന്ദർശന വേളയിൽ, UAE ഒരു അറബ് രാജ്യമാണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, സന്ദർശന വേളയിൽ ഹിന്ദുക്കൾക്ക് അമ്പലം പണിയുവാൻ വേണ്ടി സ്ഥലം അലോട്ട് ചെയ്ത് കൊടുക്കുകയുണ്ടായി UAE സർക്കാർ, UAE ഗവൺമെൻറ്. അപ്പോൾ അത് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുമ്പോൾ 10,000-കണക്കിന് ഇന്ത്യക്കാരും ഭൂരിപക്ഷം മലയാളികളും എഴുന്നേറ്റ് നിന്നാണ് അതിനെ കൈയടിച്ച് സ്വീകരിച്ചത്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ അങ്ങനെ ഒരു തരംതിരിവ് ഉണ്ടായിട്ടില്ല. അങ്ങനെ തരംതിരിവ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെയായിരിക്കും ആദ്യമായിട്ട് ഒരു മതത്തെ ചൊല്ലിയുള്ള ലഹള ഉണ്ടാകുക. അങ്ങനെ ഒരു ഇസ്ലാം രാഷ്ട്രത്തിന് അല്ലെങ്കിൽ ഒരു അറബ് രാജ്യത്തിന് അങ്ങനെ ഒരു അമ്പലം പണിയാൻ വേണ്ടി ഇത്രയൊരു വിശാലമായി ചിന്തിക്കാമെങ്കിൽ അത് ഇന്ത്യ എന്ന രാജ്യത്തോടും ഇന്ത്യയിലെ സംസ്കാരത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ ആദരവായി കാണുക. ഒരു ഹിന്ദു എന്ന രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിപരമായി ചിന്തിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അന്യരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് തീവ്രവാദ പ്രവർത്തനങ്ങളിലോ ഇങ്ങനെ പോസ്റ്റ് ഇടുന്നവരുടെയോ കൂടെ സഹകരിക്കാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അന്യരാജ്യങ്ങളിൽ പോയിരിക്കുന്നത് നമ്മുടെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അത് കുടുംബത്തെ പൊന്നുപോലെ നോക്കുക, പൈസ സമ്പാദിക്കുക, നാട്ടിലേക്ക് അയക്കുക, അത് സേവ് ചെയ്യുക. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം. അല്ലാതെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെ പിടിക്കപ്പെട്ടാൽ എക്സിറ്റ് അടിച്ച് ജോലി നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് തിരിച്ച് എക്സിറ്റ് അടിച്ച് അവർ കയറ്റിവിടുകയും തിരിച്ച് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ സമ്മതിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്ന് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ FBയിൽ കമൻ്റ് അടിക്കുന്ന ഒരു സുഹൃത്തുക്കളും നിങ്ങളുടെ സഹായത്തിനോ നിങ്ങളെ സമാധാനിപ്പിക്കാനോ വരികയില്ല എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഓർമ്മ വേണം. അതുപോലെ തന്നെ ഇങ്ങനെ കമൻ്റ് ഇടുമ്പോൾ, അതായത് അനുകൂലിച്ച് കമൻ്റ് അടിക്കുന്നവർ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതെ
വേണ്ടപ്പെട്ട അധികാരികൾക്ക് അത് റിപ്പോർട്ട് ചെയ്യുക. അവർ ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അല്ലാതെ അവർ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ മറുപടി കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അവരും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതായി തീരും. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊന്നും ആരും തന്നെ ഇടപെടാതിരിക്കുക. ലൈഫ് സുരക്ഷിതമാക്കുക, ജീവിതം സുരക്ഷിതമാക്കുക. അല്ലാതെ ഈ പറയുന്ന വ്യക്തികൾ, അതായത് ആ ആള് പട്ടാളക്കാരനാണെന്ന് പറയുന്നു, നിങ്ങൾക്ക് ഒരു ഫേമസ് ആകലാണ് ഉദ്ദേശമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അതിർത്തിയിലേക്ക് പോയി തീവ്രവാദികളുമായി ഏറ്റുമുട്ടി വീരമൃത്യു വരിക്കും. അപ്പോൾ പിന്നെ നിങ്ങളായിട്ട് നിങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാക്കി വെച്ച നാണക്കേട് നിങ്ങൾക്കായിട്ട് തന്നെ അത് മാറ്റി കളയാൻ പറ്റില്ല സുഹൃത്തെ. കാരണം നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ കുടുംബക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ അത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും തന്നെ പ്രചരിപ്പിക്കാതിരിക്കുക. നമുക്ക് മറ്റുള്ള മതങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ വിട്ടേക്കുക. അവരെ എന്തിനാണ് അധിക്ഷേപിച്ച് സംസാരിക്കുന്നത്? നമ്മൾ ആരാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ? നമുക്ക് ആരാണ് അധികാരം തന്നിരിക്കുന്നത് മറ്റുള്ള മതങ്ങളെ, മതവികാരങ്ങളെ വ്രണപ്പെടുത്താനും അധിക്ഷേപിക്കാനും? ഒരിക്കലും ഓരോ അധികാരവും നമുക്ക് ഏതൊരു ഭാഗത്തു നിന്നും കിട്ടിയിട്ടില്ല. അത് ചോദിക്കാനും പറയാനും ഗവൺമെൻറ്റും ഭരണകൂടവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. താങ്ക് യു സോ മച്ച്.